ഇന്ന് നമ്മൾ പറയാൻ വന്നത് നമ്മളെ ആരറിയോ, ചാരിറ്റി ചെയ്യണ ടോണി അച്ചായന്. അതിൽ സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട്. അതായത് നമ്മളെ അരിയണ്ണൻ ടോണി അച്ചായൻ, അച്ചായൻസ് ഗോൾഡിന്റെ ടോണി അച്ചായൻ, നന്മമരം ടോണി അച്ചായൻ. ഇയാൾ എല്ലാത്തിലും പറയുന്നത് അച്ചായൻസ് ഗോൾഡ്, അച്ചായൻ, അച്ചായൻസ് ഗോൾഡ്, അച്ചായൻ. ഈസി ആയിട്ട് ഇയാളെ സെൽഫ് പ്രൊമോഷൻ നടക്കും, ഇയാളെ കടയുടെ പ്രൊമോഷൻ നടക്കും. അവിടെ 10 ലക്ഷവും 20 ലക്ഷവും 30 ലക്ഷവും ചെലവാക്കേണ്ട സമയത്ത് ഇയാൾക്ക് ഇവിടെ 1 ലക്ഷം 2 ലക്ഷം അല്ലെങ്കിൽ ഒരു ചാക്ക് അരി അല്ലെങ്കിൽ സാധനം. അരിയണ്ണ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം അരി അണ്ണന് കിട്ടുന്നുണ്ടല്ലോ. കാറിൽ ഇരുന്ന് കൊണക്കണ പോലെ അല്ല പുറത്ത് 1 ലക്ഷം രൂപ കൊടുക്കാൻ കഴിഞ്ഞിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഇല്ലായ്മ ചെയ്യാൻ ഇതേമാതിരി പല അരിയണ്ണങ്ങളും വരും. അവരൊക്കെ കടക്ക് പുറത്ത്, പിണറായി വിജയൻ പറയ കടക്ക് പുറത്ത് പറഞ്ഞ നമ്മൾ നാട്ടിലെടുക്കും. അണ്ണൻ തുടരട്ടെ 1 ലക്ഷം റുപ്യ കൊടുക്കാൻ കഴിഞ്ഞോ? കൊടുക്കട്ടെ, കൊടുക്കുന്നവര് കൊടുക്കട്ടെ. ഈ വീഡിയോ ആണത്. ഈ വീഡിയോയിലാണ് ആകെ അണ്ണനെ ഏറി കയറിയത്. ലൈഫിന്റെ മേസ്തിരിക്ക് 3 ലക്ഷം കൊടുത്തതും ഇവർക്ക് 1.5 ലക്ഷം കൊടുത്ത്, ഇവർക്ക് 1.5 ലക്ഷം കൊടുത്തു, കൂടാതെ 3 ലക്ഷം കൊടുത്തതിന്റെ കൂടെ എഗ്രിമെന്റ് ആണ് ഇത്. ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല. അച്ചായന് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. അച്ചായന് ഒന്നുമില്ലായ്മ തുടങ്ങിയതാണ്. കാശ് മുഴുവൻ ഞാൻ പാവം മാറ്റി വെച്ചതാണ്. ഇനിയും ചെയ്യും, ആരൊക്കെ തടഞ്ഞാലും ചെയ്യും. എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത കാണുന്നിടം വരെ ബൈ ബൈ. അച്ചായന് തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. പൊന്നര മക്കളെ, 1 ലക്ഷം റുപ്യ കൊടുക്കണം, 2 ലക്ഷം കയ്യുണ്ടോ? കൊടുക്കട്ടെ, സഹായിക്കുന്നവര് സഹായിക്കട്ടെ. ആ വീഡിയോ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഫുള്ള് കേട്ടിട്ട് ചെയ്യുന്നവർ ചെയ്യട്ടെ, ചാരിറ്റി ചെയ്യുന്നവർ ചെയ്യട്ടെ. ചെയ്യാൻ കഴിയില്ല എന്നാ ഒതുങ്ങി മുണ്ടാതെ കാറിനുള്ളിൽ നിന്ന് കൊണ അടിക്കുന്നവർ മിണ്ടാതെ ഇതേമാതിരി കാറിനുള്ളിൽ മുണ്ടാതിരിക്കുക. മനസ്സിലായോ? ചെയ്യുന്നവർ ചെയ്യട്ടെ. 10 രൂപ കൊടുക്കാൻ കഴിയുമെങ്കിൽ 10 രൂപ കൊടുക്കട്ടെ.